KSRTCയിൽ നിയമന നിരോധനം നടക്കുന്നു. നമ്മൾ നേരത്തെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. KSRTCയിലേക്ക് പുതിയതായിട്ട് ആളുകളെ നിയമിക്കുവാൻ വേണ്ടി നിലവിൽ കോർപ്പറേഷനോ സർക്കാരോ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ നിന്നല്ലാതെ PSC മുഖേന അല്ലാതെ KSRTCയിലേക്ക് ബദലി ആയിട്ട് ജീവനക്കാരെ എടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം കോർപ്പറേഷൻ 12/4/2024 ചേർന്ന അംഗീകൃത സംഘടനാ മാനേജ്മെൻറ്റ് യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇത് സംബന്ധിച്ച് KSRTCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ ഭരണകക്ഷി യൂണിയൻ KSRT അസോസിയേഷൻ CI2 ആവശ്യപ്പെടുകയാണ്, സ്ഥിരം ജീവനക്കാർ ലഭ്യമല്ലാത്ത പക്ഷം ബദലി ആയിട്ട് ജീവനക്കാരെ എടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ എനിക്കതിനകത്ത് രസം തോന്നിയത്, ഇപ്പോൾ ഇത്തരത്തിൽ ബദലിയായിട്ട് ജീവനക്കാരെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് പാർട്ടി നിയമനമാണ്, പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കുവാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഇതുകൊണ്ട്. ഏതായാലും 2500 ചില്ലുവാനം ഡ്രൈവർമാരും ഇനി കണ്ടക്ടർമാരെ ലിസ്റ്റ് ചെയ്യുന്ന ബാക്കി എനിക്കതിനെ കൃത്യമായ എണ്ണം അറിയില്ല. കണ്ടക്ടർമാരുടെ ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾ ബാക്കിയുള്ളവരെ വിളിക്കാൻ വേണ്ടി കിടക്കുന്നു. ഇത് സംബന്ധിച്ച നിരവധിയായ കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും നിലനിൽക്കുമ്പോഴാണ് KSRTC ഇത്തരത്തിൽ ഉദ്യോഗം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നിരാശരാക്കിക്കൊണ്ട് ബദലി ആയിട്ട് ആളുകളെ താൽക്കാലിക നിയമനം നടത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. താൽക്കാലിക നിയമനത്തിൻ്റെ ലിസ്റ്റും അതിൻ്റെ കോപ്പിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഡിപ്പോ തലത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതികളായിരിക്കുന്നു. ഡ്രൈവർമാരെ സംബന്ധിച്ചുള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വന്ന് കണ്ട് ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ ഈ രണ്ട് യൂണിയനുകളും ഭരണകക്ഷിയും പ്രതിപക്ഷവും, ഇപ്പോൾ പ്രതിപക്ഷ യൂണിയൻ എന്ന് പറഞ്ഞാൽ TDF എന്ന് പറയുക, INTUC ഉൾപ്പെടുന്നതാണ് TDF എന്ന് പറയുന്നത്. അപ്പോൾ ഈ TDFും ഈ 12/4/24 ചേർന്ന അംഗീകൃത യോഗത്തിൽ ഈ കാര്യത്തെ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിന് തെളിവ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഈ യോഗത്തിൻ്റെ മിനിറ്റ് ലഭ്യമാക്കിയിരുന്നു. അപ്പോൾ പുറത്ത് തൊഴിലാളികളോടൊന്നും പറയുകയും അകത്ത് മാനേജ്മെൻറ്റുമായി ചേർന്ന് സഖ്യം ചെയ്യുകയും ഈ സഖ്യം ചെയ്ത കാര്യം മാനേജ്മെൻറ്റ് നടപ്പിലാക്കുമ്പോൾ കോലാഹലം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം നാടക കലാപരിപാടിയാണ് KSRTCയിലെ അംഗീകൃത യൂണിയനുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല കേട്ടോ. അപ്പം ഈ CI2വിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദിനീഷ്, ഹണി ബാലചന്ദ്രൻ, PA ജോജോ തുടങ്ങിയവരാണ് സംബന്ധിച്ചത്. ഡ്രൈവേഴ്സ് യൂണിയൻ അല്ലെങ്കിൽ INTUC പ്രദാനം ചെയ്യുന്ന TDF എന്ന് പറയുന്ന സംഘടന, അവർ C മുരുകന്, SK മണി, D അജയകുമാർ തുടങ്ങിയവരും കൂടി പങ്കെടുത്ത് യോഗത്തിലാണ് ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് ആവശ്യപ്പെടുന്നു ഈ KSRTCയിലെ ഒഴിവുകൾ നിരത്താൻ ബദലി ആളുകളെ നിയമിക്കുക എന്നുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ നിൽക്കുകയും റാങ്ക് ലിസ്റ്റിനെ ചൊല്ലി റാങ്ക് ലിസ്റ്റിന് വേണ്ടി ആളുകൾ കോടതിയുടെ മുമ്പിലും ഇതിൽ നിയമപരമായിട്ടും സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരവുമായി നിൽക്കുന്ന കാഴ്ചയിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് തൊഴിലില്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിൽ നിയമനം ഈ രംഗത്ത്, അതായത് തൊഴിൽ നിയമന നിരോധനം കേരളത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ വരവെ KSRTCയിൽ രാഷ്ട്രീയ കക്ഷികളുടെ പിൻബലമുള്ള ട്രേഡ് യൂണിയനുകൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശീസുകളോടുകൂടി മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ചയിൽ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം വെച്ചിരിക്കുകയാണ് എന്ന് പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. കാരണം നാളെ ഇവർ ഈ ബദലി നിയമനം നടപ്പിലാക്കുന്ന നടപടിക്കെതിരെ പരസ്പരം ചേരി തിരിഞ്ഞ് പുറത്ത് വന്നിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യും. അകത്ത് ഇവർ ഒന്നിച്ച് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് മാനേജ്മെൻറ്റ് നൽകിയ സ്നേഹ വിരുന്ന് ഏറ്റുവാങ്ങി അവർ ഒന്നിച്ച് പോരുകയും ഇനി പുറത്ത് ഇത് പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കാനാണെന്ന് ഒരു കൂട്ടർ പറയും, മറ്റേ കൂട്ടർ നിങ്ങൾ വന്നപ്പോൾ ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് കണക്ക് പറയും. ഈ രീതിയിലാണ് KSRTCയിലെ അംഗീകൃത യൂണിയനുകളും മാനേജ്മെൻറ്റും തൊഴിലാളികളെയും ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും ഇളിഭ്യരാക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വിവരം നിങ്ങളോട് പറഞ്ഞത്. അത് ബന്ധപ്പെട്ട അതിൻ്റെ തെളിവുകൾ നിങ്ങളിതാ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ വാസ്തവം. നന്ദി. Thank you.